ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന ഒരു സാധു പത്രപ്രവർത്തകർ, വലിയ നിലയിൽ സമ്പത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ നടത്തുന്ന ആളല്ല, ഒരു സാധാരണ മാധ്യമ പ്രവർത്തകയാണ്. ചെറിയൊരു മാധ്യമ സ്ഥാപനമാണ്. എന്താ അവരെ കൊലപ്പെടുത്താനുള്ള കാരണമായി വന്നത്? സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ തുറന്നു കാണിച്ചു എന്നാണ്. നരേന്ദ്ര ധവോൽക്കർ ശാസ്ത്രചിന്ത ഉയർത്തിപ്പിടിച്ച ഒരാൾ, സാമൂഹ്യ വിമർശനം നടത്തിയ ഒരാൾ ധവോൽക്കറെ കൊന്നുകളഞ്ഞു, കലബുർഗിയെ കൊന്നുകളഞ്ഞു, ഫാദർ സ്റ്റാൻസ്വാമിയെ പിടിച്ച് ജയിലിലിട്ട് ദീർഘകാലം പീഡിപ്പിച്ച് കൊന്നു. ഇനിയും എത്രയെത്ര ആളുകളെ ജയിലിലിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. എന്തെല്ലാം വകുപ്പുകളാണ് അവർക്ക് നേരെ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തുന്നു. ഒരു ഭീരുവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നരേന്ദ്രമോദി വലിയ ആളാണെന്നൊക്കെ പറയുമ്പോഴും നരേന്ദ്രമോദിയുടെ ഭീരുത്വമാണ്, RSSന്റെ ഭീരുത്വമാണ് ഇത്തരം സംഭവങ്ങളിൽ കൂടി നമുക്ക് പുറത്തു കാണാൻ വേണ്ടി കഴിയുന്നു. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ കലയെ, സാഹിത്യത്തെ, സിനിമയെ, സർഗാത്മകമായ ഇടപെടലുകളെ എന്തെങ്കിലും തരത്തിൽ സെൻസർ ചെയ്ത് അതിന്റെ പുരോഗമനമായിട്ട് ഉള്ളടക്കത്തെ മുഴുവൻ നിരാകരിച്ച് മാത്രമേ പ്രചരിപ്പിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ജനാധിപത്യ സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ട്. വളരെ പ്രതിലോമകരമായ ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ അവർ ആവേശത്തോടു കൂടി വരുന്നത് നമ്മൾ കാണുകയാണ്. അങ്ങനെയുമുണ്ട്. അവരിപ്പോ കുറച്ചാളുകളെ പണം കൊടുത്തിട്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പ്രത്യയശാസ്ത്രത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കവും ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. അതും നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ കുറെ കൂടി കരുതലോടുകൂടി നിൽക്കേണ്ട ഒരു സന്ദർഭമാണ്. DYFI ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കും. സംഘപരിവാർ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന എല്ലാ ഭീഷണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനവും DYFI ഉൾപ്പെടെയുള്ള യുവജന പ്രസ്ഥാനങ്ങളും മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഓലപ്പാമ്പുകൾ കാട്ടി ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വലമായ പോരാട്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇതിനേക്കാൾ ഭീഷണി ഇവിടെ മുഴക്കിയിരുന്നു. ആ ഭീഷണിയെ വകവയ്ക്കാതെയാണ് ഭഗത് സിംഗ്, ആ ഭീഷണിക്ക് പുല്ലുവില കൽപ്പിച്ചാണ് ഉദ്ധം സിംഗ്, ആ ഭീഷണിയെ പുല്ലായി കരുതിയാണ് സുഖദേവ്, ചന്ദ്രശേഖർ ആസാദ്, ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയത് മറ്റ് നിരവധിയായ മറ്റ് പലവിധ പോരാട്ടങ്ങൾ. ഇങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വലമായ ചരിത്രം നോക്കിയാൽ സാമ്രാജ്യത്വ വിരുദ്ധമായ ആശയത്തെ മുൻനിർത്തി സമരത്തിനിറങ്ങിയാൽ ഒരുപക്ഷെ കൊലയ്യപ്പെട്ടേക്കാം എന്നറിഞ്ഞിട്ടും മരണത്തിനപ്പുറമാണ് ജന്മനാടിന്റെ സ്വാതന്ത്ര്യമെങ്കിൽ ആ മരണം വരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് വന്ദേ ഭാരത് എന്ന് വിളിച്ചിട്ട് ഉജ്ജ്വലമായ ദേശീയ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ഉരുവിട്ടുകൊണ്ട് അവരെല്ലാം പോരാട്ടത്തിന്റെ പോർമുഖത്ത് അട്ടിപ്പതറാതെ മുന്നോട്ട് പോയത്. അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും രൂപപ്പെടുകയാണ്. അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമായിരുന്നെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയുടെ RSSന്റെ നേതൃത്വത്തിലുള്ള ഹിന്ദുത്വ ഭീകര പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ സകല അധികാരവും കയ്യിൽ വെച്ചിട്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. ജനങ്ങളെ പലതരത്തിൽ ഉപദ്രവിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. അതിനെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത സമരമാണ് ഈ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തിൽ നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 2014 മുതൽ ഈ കാലയളവ് വരെയുള്ള നമ്മുടെ അനുഭവം നോക്കിക്കഴിഞ്ഞാൽ 2014 നരേന്ദ്രമോദിക്ക് കേവല ഭൂരിപക്ഷമായിരുന്നു. 2019 നരേന്ദ്രമോദിക്ക് കേവല ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ 2024 എത്തുമ്പോഴേക്കും കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് നരേന്ദ്രമോദിയുടെ NDA സഖ്യത്തിന് പിറകോട്ട് പൊണ്ടി വന്നു. എങ്ങനെ പൊണ്ടി വന്നു? 10 വർഷക്കാലം ഇത്രയും വലിയ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ട് 400 സീറ്റ് വാങ്ങി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ സകല മാധ്യമങ്ങളെയും പണം കൊടുത്ത് വിലക്ക് വാങ്ങിയിട്ട് എല്ലാ കോർപ്പറേറ്റുകളെയും പിന്തുണയോടുകൂടിയിട്ട് ഇലക്ഷൻ നേരിട്ടിട്ട് എന്തേ നിങ്ങൾക്ക് പിന്നോട്ട് പോവേണ്ടി വന്നു? അയോധ്യയിൽ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിത സ്ഥലത്ത് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞോ? ഉത്തർപ്രദേശിൽ നിങ്ങളുടെ എത്ര സീറ്റ് കുറഞ്ഞു? മഹാരാഷ്ട്രയിൽ നിങ്ങൾക്ക് എത്ര കുറഞ്ഞു? അവർക്ക് നിർണായകമായ സ്വാധീനം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിടങ്ങളെല്ലാം പിറകോട്ടിപ്പോണ്ടി വന്നിട്ടുണ്ട്. അത് ഇന്ത്യയിലെ ജനങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ്.
അത് ഇന്ത്യയിലെ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള നിർണായകമായ ഇടപെടലിന്റെ ഭാഗമാണ്. ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടന നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അങ്ങനെ നിരാശപ്പെട്ട് പിറകോട്ട് പോവേണ്ട സന്ദർഭമല്ല സഖാക്കളെ നമുക്കിപ്പോ. ഈ ആശയത്തെ, സംഘപരിവാർ വിരുദ്ധമായ ആശയത്തെ മുൻനിർത്തിയിട്ട് പൊരുതണം. സംഘപരിവാർ വിരുദ്ധമായ ആശയത്തെ മുൻനിർത്തിയിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കണം. ആ ഉത്തരവാദിത്വം നിർവഹിച്ചു കഴിഞ്ഞാൽ RSSനും നരേന്ദ്രമോദിക്കും ഈ രാജ്യം വിട്ടു പോവേണ്ടി വരും. അതാണ് ലോകത്തിന്റെ ആകെ ചരിത്രം. ഇതുപോലെ തന്നെയാണ് മതസ്വത്വവാദ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് ഹിറ്റ്ലറും മുസോളിനിയുമെല്ലാം രാജ്യം അടക്കി ഭരിച്ചത്. ചരിത്രം അവിടെ കിടപ്പുണ്ട്. ഹിറ്റ്ലറും മുസോളിനിയും നാട് അടക്കി ഭരിച്ചു. ജനാധിപത്യത്തിന്റെ പഴുതുപയോഗപ്പെടുത്തുന്ന അധികാരത്തിൽ വന്നു. പക്ഷെ അവർക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ തിരിച്ചറിവെന്ന് പറഞ്ഞാൽ അവർ ചരിത്രബോധം കൂടുതൽ ആർജിക്കുകയും ആ ചരിത്രബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വർത്തമാനകാലത്തെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെ ഇതാ ഇന്ത്യയിലെ പല വിധത്തിലുള്ള ചരിത്രവും അവിടെ കിടപ്പുണ്ട്. ആ ചരിത്രമെല്ലാം സമരായുധമായി മാറ്റിയിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് പോരാടുന്ന കാലം വിദൂരമല്ല. ആ പോരാട്ടത്തിന് മുന്നിൽ നരേന്ദ്രമോദിക്ക് അടിപതറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ പോരാട്ടം ഒരു പരിധിവരെ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന്റെ തെളിവാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോണ്ടി വന്നത്. ഇപ്പൊ ചന്ദ്രബാബു നായിഡുവിന്റെ കാല് പിടിക്കണം, ബീഹാറിലെ നിതീഷിന്റെ കാല് പിടിക്കണം, അവർ ചോദിച്ചതെല്ലാം കൊടുക്കണം. അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കസേര അവിടെ ഉറച്ചു നിൽക്കില്ല. പ്രാദേശിക പാർട്ടികളെ കൂട്ടുപിടിക്കേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് പോരാട്ടങ്ങൾ നമുക്ക് ശക്തിപ്പെടുത്തി സംഘപരിവാറിന്റെ മനുഷ്യത്വ വിരുദ്ധമായ ഈ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാൻ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭീഷണികളെ വകവെക്കാതെ, ഇങ്ങനെയുള്ള ആശയ പ്രചരണത്തെ ദുർബലപ്പെടുത്തുന്ന സന്ദർഭത്തിൽ നമുക്ക് ശക്തമായി പോരാടാം. ആ പോരാട്ടത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുക്കണം എന്നതാണ് ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. നിങ്ങൾ നോക്ക്, മോഹൻലാലിനെതിരായിട്ട് എത്ര രൂക്ഷമായ പ്രതികരണങ്ങൾ. പൃഥ്വിരാജിനെ കുറിച്ച് ആ യുവമോർച്ചയുടെ നേതാവ് എന്താ പറഞ്ഞത്? അവനെയൊക്കെ നേതാവ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഈ കേരളത്തിൽ ഇരുന്നിട്ടല്ലേ അയാൾ ഇത്രമാത്രം വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞത്? പൃഥ്വിരാജിന് IS-ഉമായിട്ട് ബന്ധമുണ്ട് പോലും. ഇങ്ങനെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന നടന്മാരെ, ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരെ, അവർക്ക് നേരെയാണ് നിങ്ങൾ വാളോങ്ങുന്നത്. അവർക്കെതിരായി വരുമ്പോ ഈ നാട് ഒറ്റക്കെട്ടായി നിങ്ങൾക്കെതിരായി ഉണ്ടാവും. നിങ്ങൾക്ക് അധികകാലം വിശ്വാസികളെ പറ്റിക്കാൻ രാമന്റെ പേര് പറഞ്ഞും പശുവിന്റെ പേര് പറഞ്ഞും ഇതര മത വിദ്വേഷം പ്രചരിപ്പിച്ചും മുന്നോട്ട് പോകാൻ കഴിയില്ല. ജനങ്ങളെല്ലാം അവരുടെ ജീവിത പ്രയാസത്തെ മുൻനിർത്തിയിട്ടുള്ള സമരങ്ങളിൽ കടന്നു വരും. ഓരോ വിഭാഗം ജനങ്ങളും അവരവരുടേതായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. ആ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഇന്ത്യയിൽ രൂപം കൊള്ളുന്നു. ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഞങ്ങളുടെ തൊഴിലെവിടെ എന്ന ചോദ്യവുമായിട്ട് രംഗത്ത് വരികയാണ്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണത്തിനെതിരായിട്ടുള്ള ശക്തമായ സമരവുമായി മുന്നോട്ട് വരുന്നു. സർവകലാശാലകളെല്ലാം അടക്കി ഭരിക്കാൻ വേണ്ടിയിട്ട് ഗവർണർമാരെ വിടുകയാണ് ഓരോ സ്ഥലത്ത്. അവിടെയെല്ലാം നിയമനങ്ങൾ ആര് എന്ന് നിശ്ചയിക്കുന്ന രൂപത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിയിരിക്കുന്നു. അതിനെതിരായിട്ട് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ സമരങ്ങൾ ശക്തിപ്പെടുകയാണ്. രാജ്യത്തെ തൊഴിലാളികൾ ശക്തമായ സമരവുമായി മുന്നോട്ട് വരികയാണ്. രാജ്യത്തെ ദളിത് വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ അതിശക്തമായ പോരാട്ടങ്ങൾ വരികയാണ്. നമ്മുടെ രാജ്യം സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ വിവിധ വിഭാഗം ആളുകൾ അവരവരുടെ ജീവിത പ്രയാസത്തെ മുൻനിർത്തിയിട്ടുള്ള അതിശക്തമായ സമരത്തിന്റെ പോരാട്ടത്തിന്റെ പുറമുഖത്ത് തന്നെയാണ്. അതുകൊണ്ട് സംഘപരിവാർ പലതരത്തിലും ഇനിയും ഈ നാട്ടിൽ ഇടപെടാൻ വേണ്ടി പോകും. സാധാരണ ജനങ്ങളെ സ്വാധീനിക്കുന്ന ആശയത്തെ ദുർബലപ്പെടുത്താൻ ഇനിയും അവർ കടന്നു വരും. ആ കടന്നു വരുന്ന സന്ദർഭത്തിൽ ജീവൻ കൊടുത്തും അതിനെയെല്ലാം പ്രതിരോധിക്കുമെന്നാണ് DYFI ഈ സന്ദർഭത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഈ പോരാട്ടം പിന്നോട്ടില്ല, ഈ പോരാട്ടം ശക്തമായി മുന്നോട്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.